വാർത്തകൾ വിശദമായി. നടി ആക്രമിക്കപ്പെട്ട കേസിൽ പുതിയ വെളിപ്പെടുത്തൽ നടത്തിയ അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണനിൽ നിന്ന് ഇന്ന് മൊഴിയെടുക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് ആലുവ പോലീസ് ക്ലബ്ബിൽ വെച്ചാണ് അന്വേഷണ സംഘം മൊഴിയെടുക്കുക. പൾസർ സുനിക്ക് കീഴടങ്ങാൻ സഹായം ചെയ്യണമെന്നാവശ്യപ്പെട്ട് സുനിയുടെ സുഹൃത്തുക്കൾ തന്നെ വന്ന് കണ്ടിരുന്നതായി ഫെനി മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു. അതേസമയം കാവ്യ മാധവന്റെ ഓൺലൈൻ വ്യാപാര സ്ഥാപനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ നിർണായക രേഖകൾ കണ്ടെത്തി. കാവ്യമാധവന്റെ ഉടമസ്ഥതയിലുള്ള കാക്കനാട്ടെ ഓൺലൈൻ വസ്ത്രവ്യാപാര കേന്ദ്രത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ നിർണായക രേഖകൾ ലഭിച്ചതായാണ് വിവരം. നടി ആക്രമിക്കപ്പെടുന്നതിന് മുൻപുള്ള ദിവസം ഈ വ്യാപാര സ്ഥാപനത്തിൽ നിന്നും സംശയാസ്പദമായ രീതിയിൽ പണം കൈമാറ്റം ചെയ്യപ്പെട്ടുവെന്നതിന്റെ തെളിവ് പോലീസിന് ലഭിച്ചതായാണ് സൂചന. അക്കൗണ്ട്സ് രേഖകൾ പരിശോധിച്ചതിൽ നിന്ന് 2 ലക്ഷം രൂപ കൈമാറ്റം ചെയ്യപ്പെട്ടതിന്റെ വിവരം പോലീസിന് ലഭിച്ചു. കൂടാതെ ഈ ദിവസത്തേതുൾപ്പെടെ CCTV ക്യാമറയിലെ ദൃശ്യങ്ങൾ നീക്കം ചെയ്യപ്പെട്ടതായും കണ്ടെത്തി. പൾസർ സുനി ദിലീപിനെഴുതിയ കത്തിൽ കാക്കനാട്ടെ സ്ഥാപനത്തിന്റെ പേര് പരാമർശിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് റെയ്ഡ് നടത്തിയത്. അതേസമയം സരിതയുടെ മുൻ അഭിഭാഷകൻ ഫെനി ബാലകൃഷ്ണനിൽ നിന്ന് അന്വേഷണ സംഘം ഇന്ന് മൊഴിയെടുക്കും. പൾസർ സുനിക്ക് കീഴടങ്ങാൻ സഹായം ചെയ്യണമെന്നാവശ്യപ്പെട്ട് സുനിയുടെ 2 സുഹൃത്തുക്കൾ തന്നെ വന്ന് കണ്ടിരുന്നതായി ഫെനി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. മാവേലിക്കര കോടതിയിൽ കീഴടങ്ങാമെന്നറിയിച്ചപ്പോൾ മാഡത്തിനോട് ചോദിച്ച ശേഷം പറയാമെന്ന് അവർ പറഞ്ഞതായും ഫെനി വെളിപ്പെടുത്തിയിരുന്നു. ഇക്കാര്യങ്ങൾ ദിലീപിനെ വിളിച്ചു പറഞ്ഞുവെന്നും തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്ന് ദിലീപ് തന്നോട് പറഞ്ഞതായും ഫെനി വ്യക്തമാക്കിയിരുന്നു. ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് ഫെനിയിൽ നിന്ന് അന്വേഷണ സംഘം മൊഴിയെടുക്കും. സുനിയുടെ സുഹൃത്തുക്കൾ പരാമർശിച്ച മാഡത്തെക്കുറിച്ച് അന്വേഷണ സംഘത്തിന് ചില വിവരങ്ങൾ ലഭിച്ചതായും സൂചനയുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. GST വിപണിയിൽ സൃഷ്ടിച്ച അനിശ്ചിതത്വം മാസങ്ങൾ നീണ്ടു നിൽക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ. അതേസമയം പുതിയ നികുതി സമ്പ്രദായത്തിന്റെ മറവിൽ ഉപഭോക്താക്കളെ ചൂഷണത്തിനിരയാക്കുന്നത് തടയാൻ ബോധവൽക്കരണവുമായി സംസ്ഥാന സർക്കാർ രംഗത്തെത്തി. GST നിലവിൽ വന്നതോടെ വിപണിയിൽ വലിയ അനിശ്ചിതത്വമാണ് നിലനിൽക്കുന്നത്. വ്യാപാരികളും വിതരണക്കാരും ഏറെ ആശയക്കുഴപ്പത്തിലാണ്. അതേസമയം പുതിയ നികുതി സമ്പ്രദായത്തിന്റെ മറവിൽ ഉപഭോക്താക്കളെ ചൂഷണത്തിനിരയാക്കുന്നത് തടയാൻ സർക്കാർ ബോധവൽക്കരണം നടത്തുമെന്ന് മന്ത്രി തോമസ് ഐസക് പറഞ്ഞു. തൽക്കാലം ഒരു 100 ഉൽപ്പന്നങ്ങളുടെയെങ്കിലും നേരത്തെ ഉണ്ടായിരുന്ന നികുതി എത്ര, ഇപ്പോൾ GST നികുതി എത്ര ശതമാനം നികുതി കുറഞ്ഞു എന്നുള്ളത് പത്രത്തിൽ പരസ്യമായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. GST നിലവിൽ വരുന്നതിന് മുൻപ് സ്റ്റോക്ക് ചെയ്ത ഉൽപ്പന്നങ്ങൾ ഏത് വിലയ്ക്ക് വിൽക്കണമെന്നും അവയുടെ നികുതി ഘടന എങ്ങനെയായിരിക്കുമെന്ന ആശങ്കയിലാണ് വ്യാപാരികൾ. ഈ അനിശ്ചിതത്വം നാളുകൾ നീണ്ടു നിൽക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധൻ ജോർജ് ജോസഫ് പറഞ്ഞു. നികുതി എങ്ങനെ പിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടുന്നതിനെക്കുറിച്ചും അതുപോലെ അന്തർ സംസ്ഥാന ചരക്ക് കൈകാര്യം ചെയ്യുന്നവരെക്കുറിച്ചും ഒക്കെ തന്നെ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. ഓണവും വിവാഹ സീസണും എത്തുന്നതോടെ സ്വർണ്ണ വിപണിയിൽ ഉൾപ്പെടെ അനിശ്ചിതത്വം നിലനിൽക്കുന്നത് ഉപഭോക്താക്കൾക്കും പ്രതികൂലമാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. GST ഭിന്നശേഷിക്കാർക്ക് തിരിച്ചടിയാകുന്നു. ഭിന്നശേഷിക്കാരുടെ സഹായ ഉപകരണങ്ങൾക്ക് ഉയർന്ന GST ഏർപ്പെടുത്താനുള്ള തീരുമാനത്തിനെതിരെ പ്രതിഷേധം ശക്തം. നികുതി ചുമത്തൽ ഭിന്നശേഷി അവകാശ സംരക്ഷണ ബില്ലിലെ വ്യവസ്ഥകൾക്ക് എതിരാണെന്നും വിമർശനം. GST നിലവിൽ വന്നതോടെ കാഴ്ചശക്തിയില്ലാത്തവർ ഉപയോഗിക്കുന്ന ബ്രെയിൽ പേപ്പർ, ബ്രെയിൽ ടൈപ്പ്റൈറ്റർ, കേൾവി സഹായികൾ, വീൽചെയർ തുടങ്ങി ഭിന്നശേഷിക്കാരുടെ സഹായ ഉപകരണങ്ങൾക്ക് 5 മുതൽ 18% വരെ നികുതി വേണം. മുമ്പ് ഭിന്നശേഷിക്കാരുടെ ഉപകരണങ്ങൾക്ക് നികുതി ഉണ്ടായിരുന്നില്ല. 2016 പാർലമെന്റ് പാസാക്കിയ ഭിന്നശേഷി അവകാശ സംരക്ഷണ ബില്ലിൽ ഇവർക്കുള്ള ഉപകരണങ്ങൾ സൗജന്യമായോ കുറഞ്ഞ നിരക്കിലോ നൽകണമെന്നാണ് വ്യവസ്ഥ. ഇതിന് ഘടകവിരുദ്ധമാണ് നികുതി ചുമത്താനുള്ള തീരുമാനമെന്ന് ഭിന്നശേഷി അവകാശ സംരക്ഷണ വേദി അഖിലേന്ത്യാ സെക്രട്ടറി മുരളീധരൻ പറഞ്ഞു. ഇതെല്ലാ ഉപകരണങ്ങളും നേരത്തെ ടാക്സ് റെജീമിന് പുറത്തായിരുന്നു. 0% ടാക്സ്, കസ്റ്റംസ് ഉണ്ടായിരുന്നില്ല, വാറ്റ് ഉണ്ടായിരുന്നില്ല, പല സ്റ്റേറ്റ്സിനും വാറ്റ് ഉണ്ടായിരുന്നില്ല. ഈ റെജീം നമ്മൾ കൊണ്ടുവരുമ്പോൾ ടാക്സ് റെജീം കൊണ്ടുവരുമ്പോൾ ഇതെല്ലാം ഐറ്റം ടാക്സബിൾ ആവും. ഇറ്റ് വിൽ ബി അൺഅഫോർഡബിൾ. ഭിന്നശേഷിക്കാരുടെ ഉപകരണങ്ങളെ നികുതി പരിധിയിൽ നിന്നും ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിച്ച് കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിക്കും സംസ്ഥാന ധനമന്ത്രിമാർക്കും ഭിന്നശേഷി അവകാശ സംരക്ഷണ വേദി കത്തയച്ചിരുന്നു. എന്നാൽ ത്രിപുര, കേരള ധനമന്ത്രിമാർ മാത്രമാണ് അനുകൂല നിലപാട് സ്വീകരിച്ചത്. GST കൗൺസിൽ യോഗത്തിൽ കേരള ധനമന്ത്രി തോമസ് ഐസക് വിഷയം അവതരിപ്പിക്കുകയും ചെയ്തു. എന്നാൽ അനുകൂല നടപടി ഉണ്ടായില്ല. പൂജാവസ്തുക്കൾക്ക് നികുതി ഒഴിവാക്കിയ സർക്കാർ ഭിന്നശേഷിക്കാരെ പരിഗണിക്കാത്തതിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ഈ സർക്കാർ നിങ്ങൾക്ക് ഡിസേബിൾഡ് ആൾക്കാർക്ക് ദിവ്യാംഗ് എന്നൊരു പേരിട്ടു. ദൈവീയ ശക്തിയുള്ള ആൾക്കാരെ കഴിയുന്നില്ല. പക്ഷേ അതേസമയത്ത് ഇവർക്ക് ഉപകരണ സ്ഥാനത്തിൽ നിന്ന് ടാക്സേഷൻ ഇടുകയാണ്. പൂജ ഐറ്റംസിനെല്ലാം ടാക്സേഷൻ, പലതരം നില്ലാണ് ടാക്സേഷൻ. നിങ്ങൾ പൂജ മാത്രം ചെയ്താൽ മതി, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണ്ട എന്നുള്ള മെസ്സേജാണ് ഡിസേബിൾഡ് ഈ ഗവൺമെൻറ് കൊടുക്കുന്നതാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. GST സംസ്ഥാനത്ത് അസമത്വം ഉണ്ടാക്കുമെന്ന് മന്ത്രി തോമസ് ഐസക്. ശ്രദ്ധിച്ചില്ലെങ്കിൽ വിലക്കയറ്റം ഉണ്ടായേക്കാമെന്നും തോമസ് ഐസക് പറഞ്ഞു. GST സംസ്ഥാനതല ഉദ്ഘാടനം കൊച്ചിയിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. അതേസമയം ഉപഭോഗ സംസ്ഥാനമായ കേരളത്തിന് GST ഗുണം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു.
ഏറ്റവും അവസാനം ഉപഭോഗം നടക്കുന്ന സംസ്ഥാനത്തിനാണ് നികുതി വരുമാനം ലഭിക്കുക. അതിനാൽ ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിന് GST ഗുണം ചെയ്യുമെന്ന് മന്ത്രി തോമസ് ഐസക് പറഞ്ഞു. എന്നാൽ GST സംസ്ഥാനത്ത് വലിയ അസമത്വം സൃഷ്ടിക്കും. ശ്രദ്ധിച്ചില്ലെങ്കിൽ വിലക്കയറ്റം ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. നികുതി കുറഞ്ഞാൽ എങ്ങനെ വിലക്കയറ്റം ഉണ്ടാവുന്നത് എന്നായിരിക്കും ചോദിക്കുക. നികുതി കുറഞ്ഞെന്ന് ഞാൻ പറയുമ്പോഴെല്ലാം മനസ്സിലാക്കണം. നിങ്ങൾ സാധനം മേടിക്കാൻ പോകുമ്പോൾ നേരത്തെ 14 കൊടുത്താൽ മതിയായിരുന്നു. ബില്ലുമ്പോൾ 14 ഉള്ളൂ, ഇപ്പോൾ 18. അപ്പം അതങ്ങ് എന്നാൽ 18% നികുതി തന്നെ കുറച്ച് വില കൂടി എന്ന് പറയാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാകും. പുതിയ നികുതി സംവിധാനത്തോടെ എല്ലാവരും സഹകരിക്കണമെന്ന് ചടങ്ങിൽ അധ്യക്ഷനായിരുന്ന മന്ത്രി മാത്യു ടി തോമസ് പറഞ്ഞു. എങ്ങനെ നികുതി ഒടുക്കാതിരിക്കാമെന്ന കാര്യത്തിലുള്ള ഗവേഷണം അവസാനിപ്പിക്കണമെന്നും മാത്യു ടി തോമസ് പറഞ്ഞു. MLA-മാരായ M. സ്വരാജ്, ജോൺ ഫെർണാണ്ടസ്, സെൻട്രൽ ടാക്സ് ചീഫ് കമ്മീഷണർ പുല്ലേല നാഗേശ്വര റാവു, മറ്റ് വ്യാപാരികൾ, വിതരണക്കാർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സംസ്ഥാനത്ത് ഇന്നു മുതൽ ബാറുകൾ തുറക്കും. പുതിയ മദ്യനയം ശനിയാഴ്ച നിലവിൽ വന്നെങ്കിലും 1-ാം തീയതി ഡ്രൈഡേ ആയതിനാൽ ബാറുകൾ തുറന്നില്ല. പഞ്ചനക്ഷത്ര ബാറുകൾ കൂടി കണക്കിലെടുത്താൽ 96 ബാറുകളാണ് ഇന്നു മുതൽ തുറക്കുന്നത്. പുതിയ മദ്യനയം അനുസരിച്ച് 80 ബാറുകൾ ലൈസൻസുകൾ പുതുക്കാനായി അപേക്ഷ നൽകിയിരുന്നു. ഇതിൽ 73 എണ്ണത്തിനാണ് ലൈസൻസ് ലഭിച്ചത്. 7 ബാറുകളുടെ അപേക്ഷ തടഞ്ഞുവച്ചിരിക്കുകയാണ്. കൃത്യമായ പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ ക്ലാസിഫിക്കേഷൻ ഉള്ള ബാറുകൾക്ക് മാത്രമാണ് ലൈസൻസ് നൽകിയത്. ഇതനുസരിച്ച് അപേക്ഷ നൽകിയ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ ബാറുകൾക്ക് ലൈസൻസ് ലഭിച്ചത് എറണാകുളം ജില്ലയിലാണ്, 20 ബാറുകൾ. ഏറ്റവും കുറവ് ആലപ്പുഴയിലുമാണ്, 1 എണ്ണം. കാസർഗോഡ്, പത്തനംതിട്ട എന്നീ ജില്ലകളിൽ നിന്ന് ബാറുകൾക്കായി അപേക്ഷ നൽകിയിരുന്നുമില്ല. ഇടുക്കി ജില്ലയിൽ നിന്ന് 1 ബാറിന് അപേക്ഷ നൽകിയെങ്കിലും അനുമതി നൽകിയിട്ടില്ല. അന്തിമ പട്ടിക അനുസരിച്ച് വയനാട്ടിൽ 2, തൃശൂരിൽ 9, തിരുവനന്തപുരത്ത് 11, പാലക്കാട് 6, മലപ്പുറത്ത് 4, കോഴിക്കോട് 3, കോട്ടയത്ത് 6, കൊല്ലത്ത് 3, കണ്ണൂരിൽ 8 ബാറുകൾ പ്രവർത്തിക്കും. UDF സർക്കാർ ബാറുകൾ പൂട്ടിയപ്പോൾ 790 എണ്ണമായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. ഇതിൽ 73 ബാറുകൾ മാത്രമാണ് തുറന്നു പ്രവർത്തിക്കുക. രാവിലെ 11 മുതൽ രാത്രി 11 വരെയാണ് പ്രവർത്തന സമയം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കുൽഭൂഷൺ ജാദവ് കേസിൽ നയതന്ത്ര പരിഗണന ആവശ്യപ്പെട്ട് ഇന്ത്യ വീണ്ടും പാകിസ്ഥാനെ സമീപിച്ചു. ജാദവിനൊപ്പം പിടിയിലായിട്ടുള്ള മുംബൈ സ്വദേശി അൻസാരിക്കും കൌൺസിലേറ്റിന്റെ നിയമസഹായം അനുവദിക്കണമെന്നും ആവശ്യം. അതേസമയം കുൽഭൂഷൺ ജാദവ് സമർപ്പിച്ചിട്ടുള്ള ദയാഹർജി തള്ളണമെന്നാവശ്യപ്പെട്ട് 2 ഹർജികൾ ലാഹോർ ഹൈക്കോടതി ഇന്ന് വാദം കേൾക്കും. നയതന്ത്ര നീക്കങ്ങൾ സജീവമാക്കുകയാണ് ഇന്ത്യ. ഓഗസ്റ്റിൽ രാജ്യാന്തര നീതിന്യായ കോടതി ജാദവ് കേസിൽ വിശദമായ വാദം കേൾക്കും. അതിനു മുമ്പ് പാക് സൈനിക കോടതി കുൽഭൂഷൺ ജാദവിനെ വധിക്കുമോ എന്ന സംശയം ശക്തമായ സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ പുതിയ നീക്കം. ജാദവിന് കോൺസുലേറ്റിന്റെ നിയമസഹായം ലഭിക്കാൻ അർഹതയുണ്ടെന്ന് ഇടക്കാല വിധിയിൽ രാജ്യാന്തര കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ വീണ്ടും പാകിസ്ഥാനെ സമീപിച്ചു. നേരത്തെ 13ലേറെ തവണ ഇന്ത്യ ജാദവിന് കോൺസുലേറ്റ് സഹായം ലഭ്യമാക്കാൻ ശ്രമിച്ചെങ്കിലും പാകിസ്ഥാൻ തള്ളിയിരുന്നു. പാകിസ്ഥാൻ പിടികൂടിയ മുംബൈ സ്വദേശി ഹമീദ് നെഹാൽ അൻസാരിക്കും കോൺസുലേറ്റ് സഹായം നൽകണമെന്നാണ് പുതിയ ആവശ്യം. ഇക്കാര്യം പതിവ് പോലെ പാകിസ്ഥാൻ തള്ളാനാണ് സാധ്യത. എങ്കിലും ഇരുവരുടെ ജീവനും അപകടം പറ്റാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത്. അതേസമയം പാകിസ്ഥാൻ പട്ടാള കോടതിയുടെ വധശിക്ഷയ്ക്കെതിരെ ജാദവ് പാക് സൈനിക തലവന് നൽകിയ ദയാഹർജി തള്ളണമെന്നാവശ്യപ്പെട്ടുള്ള 2 ഹർജികൾ ലാഹോർ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. രാഷ്ട്രപതി സ്ഥാനാർത്ഥി മീരാകുമാർ ഇന്ന് കേരളത്തിലെത്തും. തിരഞ്ഞെടുപ്പിന് മുൻപായി സാമാജികരുമായി നേരിൽ കാണാനാണ് സന്ദർശനം. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ളവരുമായി മീരാകുമാർ കൂടിക്കാഴ്ച നടത്തും. വൈകിട്ടാണ് കേരളത്തിലെത്തുക. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് പലരിൽ നിന്നായി 1/2 കോടിയോളം രൂപ തട്ടിയെടുത്ത 21കാരിയും സുഹൃത്തും പിടിയിൽ. ഗുരുവായൂർ സ്വദേശിനി കൃഷ്ണേന്ദുവും സുഹൃത്തായ തൃശൂർ സ്വദേശി ജിൻസനുമാണ് പിടിയിലായത്. തട്ടിപ്പിനിരയായവർ നൽകിയ പരാതിയിലാണ് പാലാരിവട്ടം പോലീസ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 85 പേരാണ് തട്ടിപ്പിനിരയായത്. 60,000 രൂപ മാസവേതനവും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്ന ജോലി ഷാർജയിൽ വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. 58,000 രൂപ വീതം 85 പേരിൽ നിന്നുമായി ലക്ഷങ്ങൾ തട്ടിച്ചു. തട്ടിപ്പ് ബോധ്യമായപ്പോൾ പണം തിരികെ ആവശ്യപ്പെട്ടെങ്കിലും ചെക്ക് നൽകാമെന്നായിരുന്നു വാഗ്ദാനം. ബാങ്കിൽ അന്വേഷിച്ചപ്പോൾ അക്കൗണ്ടിൽ പണമുണ്ടായിരുന്നില്ല. തട്ടിപ്പിലൂടെ ലഭിക്കുന്ന പണം യുവതിയും സുഹൃത്തും ചേർന്ന് ധൂർത്തടിക്കുകയായിരുന്നു എന്ന് തട്ടിപ്പിനിരയായ യുവാക്കൾ പറഞ്ഞു. ഇപ്പോൾ അവളുടെ അച്ഛനും അമ്മയും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊരു ഔട്ട്സൈഡ് സെറ്റിൽമെൻറ്റിന് വേണ്ടി ചോദിച്ചപ്പം അവരൊരു ഗതിയില്ലാത്ത ഫാമിലിയാണ്. ഇവള് ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടന്ന് ക്യാഷ് തീർത്തു. ഇവർ സ്വന്തമായിട്ട് വീട് പോലും ഇല്ലാത്ത ആൾക്കാരാണ് അപ്പനും അമ്മയും. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ കേസ് പോയിട്ട് ഞങ്ങൾക്ക് കോടതിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഇത് പ്രതീക്ഷിക്കുന്നു.
പരാതിയിൽ യുവതിക്കും സുഹൃത്തിനുമെതിരെ പാലാരിവട്ടം പോലീസ് കേസെടുത്തു. ഇരുവരും ചേർന്ന് ബംഗളൂരുവിലും സമാന തട്ടിപ്പ് നടത്തിയതായി പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ക്യാൻസർ രോഗികൾക്ക് സഹായം ചെയ്യുന്ന കൊച്ചുമിടുക്കന്റെ സൽപ്രവൃത്തി നാടിനും നാട്ടുകാർക്കും അഭിമാനമാകുന്നു. ആലപ്പുഴ കൊമ്മാടി സ്വദേശി അമരീന്ദർ എന്ന 6ാം ക്ലാസ്സുകാരനാണ് ഈ കൊച്ചുമിടുക്കൻ. 2 വർഷത്തോളം താൻ നീട്ടി വളർത്തിയ മുടി രോഗികൾക്കായി മുറിച്ചു നൽകുകയാണ് ഈ സ്കൂൾ വിദ്യാർത്ഥി. കഴിഞ്ഞ 6 വർഷമായി അമരീന്ദർ ഈ സൽപ്രവൃത്തി ചെയ്തു വരുന്നു. വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലും മുടി വളർത്തി ഫ്രീക്കന്മാർ ക്യാമ്പസുകളിൽ ചെത്തി നടക്കുന്ന നാട്ടിലാണ് സ്വന്തം മുടി വളർത്തി ക്യാൻസർ രോഗികൾക്ക് നൽകാൻ ഈ കൊച്ചുമിടുക്കൻ എത്തിയിരിക്കുന്നത്. 2014 ആലപ്പുഴ സ്വദേശി അമരീന്ദർ എന്ന ഈ സ്കൂൾ വിദ്യാർത്ഥി ആദ്യം മുടി മുറിച്ച് നൽകിയത്. ശ്രീകരിക്ക് 2 കുറിക്കേണ്ട വരാറായിരുന്നെന്നും പറഞ്ഞുകൊണ്ട് വാർത്തയിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇച്ചിരി പൈസ കളക്ട് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. ഇപ്പോൾ 30 മാസം വളർത്തി വലുതാക്കിയ മുടിയും മുറിച്ചു നൽകാനുള്ള ശ്രമത്തിലാണ്. അമ്മ ഷീബയാണ് മകന്റെ നീളമേറിയ മുടിയെ പരിപാലിച്ചു വരുന്നത്. ഈരി കെട്ടി വെച്ചിട്ടാണ് പോകുന്നത്. അല്ല സ്കൂളിൽ ഇവൻ തനിയെ കെട്ടിപ്പോയാൽ വൃത്തിയാകത്തില്ല. തനിയെ കെട്ടാതിരിക്കത്തില്ല. കെട്ടി വെച്ചിട്ടാണ് വിടുന്നത്. മുടി വളർത്തി സ്കൂളിലെത്തിയതിന്റെ പേരിൽ ആദ്യം പഠിച്ച സ്കൂളിൽ നിന്നും ഈ കുട്ടിയെ പുറത്താക്കിയെങ്കിലും തന്റെ ദൗത്യത്തിൽ നിന്നും പിന്മാറാൻ ഈ കൊച്ചുമിടുക്കൻ തയ്യാറായില്ല. മറ്റൊരു സ്കൂളിൽ പഠനം തുടർന്നു വരുന്നതിനിടയിലാണ് വീണ്ടും മുടി മുറിച്ചു നൽകാൻ തയ്യാറായിരിക്കുന്നത്. അച്ഛൻ ഭുവനേന്ദ്രനാണ് ഈ കൊച്ചുമിടുക്കന് പരിപൂർണ പിന്തുണ നൽകുന്നത്. ക്യാൻസർ രോഗികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിധിവരെ തന്നാൽ കഴിയും വിധമുള്ള സഹായം ചെയ്യണമെന്ന നല്ല മനസ്സുമായാണ് ഈ കൊച്ചുകുട്ടി രംഗത്ത് വന്നിരിക്കുന്നത്. ക്യാമറാമാൻ രതീഷ് രാജിനൊപ്പം ഷാജഹാൻ. നെൽപ്പാടങ്ങൾ തരിച്ചിടുന്നത് ക്രിമിനൽ കുറ്റത്തിന് തുല്യമെന്ന് കൃഷിവകുപ്പ് മന്ത്രി VS സുനിൽകുമാർ. സ്വന്തമായി കൃഷി ഇറക്കുകയോ വയലുകൾ കർഷകർക്ക് പാട്ടത്തിന് നൽകുകയോ ചെയ്യാത്ത ഭൂ ഉടമകളിൽ നിന്ന് പിഴ ഈടാക്കുന്ന കാര്യം ആലോചനയിലാണ്. കാർഷിക വിള ഇൻഷുറൻസ് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും പച്ചക്കറി വികസന പദ്ധതി അവാർഡ് വിതരണവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കർഷകർക്ക് ഏറെ ആശ്വാസം പകരുന്ന പുതുക്കിയ കാർഷിക വിള ഇൻഷുറൻസ് പദ്ധതിക്കാണ് സംസ്ഥാനത്ത് തുടക്കമായത്. നെല്ല് മുതൽ പുകയില വരെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് പ്രകൃതിക്ഷോഭം, വന്യമൃഗ ആക്രമണം എന്നിവ മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് പൂർണ്ണ സംരക്ഷണമൊരുക്കും. വില തകർച്ചയും ഇൻഷുറൻസ് പരിധിയിൽപ്പെടുത്തുന്ന കാര്യം ആലോചനയിലാണെന്ന് മന്ത്രി VS സുനിൽകുമാർ പറഞ്ഞു. നെൽപ്പാടങ്ങൾ തരിശിടുന്ന ഭൂവുടമകളിൽ നിന്ന് പിഴ ഈടാക്കുന്ന കാര്യം പരിഗണനയിലുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ആ തരിശ് ഭൂമി കൃഷി ചെയ്യാൻ താല്പര്യരായിട്ടുള്ള കൃഷിക്കാർക്കോ കർഷക സംഘടനകൾക്കോ ആർക്കാണെങ്കിലും കൊടുക്കാൻ ഉടമസ്ഥന്മാർ തയ്യാറാകേണ്ടി വരും. അങ്ങനെ തയ്യാറാകുന്നില്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്നും പിഴ ഈടാക്കേണ്ട കാര്യത്തെക്കുറിച്ച് കൂടി ഗവൺമെന്റ് ആലോചിക്കേണ്ടി വരും. ഗുണമേന്മയുള്ള വിത്ത് ലഭ്യമാക്കുക എന്നത് കർഷകരുടെ അവകാശമാണെന്നും വിത്ത് വിതരണത്തിൽ അഴിമതി നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ അവർ റിട്ടയർ ചെയ്താലും നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പച്ചക്കറി വികസന പദ്ധതിയുടെ ഭാഗമായി വിവിധ വിഭാഗങ്ങളിലുള്ള അവാർഡുകളുടെ വിതരണവും പരിപാടിയിൽ നടന്നു. മികച്ച സ്വകാര്യ സംഘടനയ്ക്കുള്ള പുരസ്കാരം CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി സജി ചെറിയാന്റെ നേതൃത്വത്തിലുള്ള കരുണ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയും കാഞ്ഞങ്ങാട് ക്രൈസ്റ്റ് CMI പബ്ലിക് സ്കൂളും പങ്കിട്ടു. മികച്ച വിദ്യാർത്ഥി കർഷകൻ, മികച്ച അധ്യാപകൻ, സ്ഥാപന മേധാവി, മികച്ച സ്കൂൾ, പച്ചക്കറി ക്ലസ്റ്റർ തുടങ്ങിയ വിഭാഗങ്ങളിലും അവാർഡുകൾ നൽകി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വാർത്തകളിലേക്ക്. കാഷ്യൂ വർക്കേഴ്സ് സെന്റർ CITUവിന്റെ നേതൃത്വത്തിൽ കൊല്ലം VLC ഹെഡ് ഓഫീസിന് മുന്നിൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം നടത്താൻ തീരുമാനിച്ചു. കഴിഞ്ഞ ജനുവരിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻകൈയെടുത്തു നടത്തിയ ചർച്ചയിൽ ഏപ്രിലിൽ ഫാക്ടറി തുറക്കാമെന്ന് VLC നൽകിയ ഉറപ്പ് പാലിക്കാത്തതിനെ തുടർന്നാണ് ഈ മാസം 12 മുതൽ പ്രക്ഷോഭ സമരത്തിന് CITU ഒരുങ്ങുന്നത്. VLCയുടെ കേരളത്തിലെ 12 ഫാക്ടറികളിൽ മാത്രം ആയിരക്കണക്കിന് തൊഴിലാളികളാണ് പണിയെടുത്തിരുന്നത്. കഴിഞ്ഞ 2 വർഷമായി ഫാക്ടറികൾ അടച്ചിട്ട് തൊഴിലാളികളെ പട്ടിണിക്കിടുകയും ഇതര സംസ്ഥാനങ്ങളിൽ മാത്രം ഫാക്ടറികൾ തുറന്നു പ്രവർത്തിക്കുന്നുവെന്നും കൊല്ലത്ത് ചേർന്ന കാഷ്യൂ വർക്കേഴ്സ് സെന്റർ CITUവിന്റെ സംഘാടക സമിതി യോഗത്തിൽ വിമർശനം ഉയർന്നു. കൃത്യമായ കണക്കറിയുന്നില്ലെങ്കിലും തോട്ടണ്ടി അവർ വാങ്ങിയിട്ടുണ്ട്. ആ തോട്ടണ്ടി വാങ്ങി അവരുടെ ആന്ധ്ര സംസ്ഥാനത്തെ ഫാക്ടറികൾ പ്രവർത്തിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇടപെടലിനെ തുടർന്നാണ് കഴിഞ്ഞ ജനുവരിയിൽ 45 ദിവസമായി കൊല്ലം വിജയലക്ഷ്മി ഫാക്ടറിക്ക് മുന്നിൽ കാഷ്യൂ വർക്കേഴ്സ് സെന്റർ CITU നടത്തിവന്ന നിരാഹാര സമരം ഒത്തുതീർന്നത്. മാർച്ചിൽ VLCയുടെ മുഴുവനും ഫാക്ടറികളും തുറക്കുമെന്ന് മാനേജ്മെന്റ് ഉറപ്പും നൽകിയിരുന്നു. എന്നാൽ VLC മാനേജ്മെന്റ് തൊഴിലാളികളെയും സർക്കാരിനെയും ഒരുപോലെ വഞ്ചിച്ചുവെന്നും യോഗം വിലയിരുത്തിയതിനെ തുടർന്നാണ് ഫാക്ടറികൾ തുറക്കും വരെ ഈ മാസം 12 മുതൽ VLC ഹെഡ് ഓഫീസിന് മുന്നിൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം തുടങ്ങാൻ തീരുമാനിച്ചത്. തൊഴിലാളികളുടെ സമരശേഷി കൊണ്ട്, അവരുടെ ഐക്യം കൊണ്ട് അവരെ ഉയർത്തുന്ന മുദ്രാവാക്യം മറ്റൊന്നുമല്ല, ജോലി വേണമെന്ന് മാത്രമാണ്.
അവർ തമിഴ്നാട്ടിലും ആന്ധ്രയിലും എല്ലാം ഫാക്ടറി നടത്തുന്നവരാണ്. അവിടെ ഫാക്ടറി നടത്തിക്കൊണ്ട് കേരളത്തിലെ തൊഴിലാളികളെ പട്ടിണിക്കിടുന്ന സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. 12 ഫാക്ടറികളിലെ 6000-ഓളം തൊഴിലാളികളും സമരത്തിൽ അണിചേരും. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. വൈദ്യശാസ്ത്രത്തെ പോലും തോൽപ്പിച്ച ഒരു വയറ്റാട്ടിയുണ്ട് തിരുവനന്തപുരം കോട്ടൂരിലെ ആദിവാസി ഊരിൽ. 8 മക്കളുടെ അമ്മയായ അരുവി മൂപ്പത്തി എന്ന ആദിവാസി വയറ്റാട്ടിക്ക് താൻ ചോര തുടച്ചെടുത്ത ഊരിലെ പുതിയ തലമുറയെ കാണുമ്പോൾ സന്തോഷം ചെറുതൊന്നുമല്ല. ഒന്നാന മേലെ മേലെ തിങ്കൾ വന്ന് നൂതിക്കുമ്പോൾ ആദിത്യ ഭഗവാനാണ് സൂര്യനാണ്. ഇത് കോട്ടൂരിന്റെ സ്വന്തം അരുവി മൂപ്പത്തിയമ്മ. കാടിനുള്ളിലെ കാണ്ടാമൃഗത്തിനോട് പോലും കളിച്ചു നടന്നിരുന്ന കാലമുണ്ടായിരുന്നു അരുവി മൂപ്പത്തിയമ്മയ്ക്ക്. കാടിനെക്കുറിച്ചും കാട്ടുവഴികളെക്കുറിച്ചും ഒക്കെ അറിയാവുന്ന കാടിന്റെ സ്വന്തം മകളെന്ന് തന്നെ പറയാം. അച്ഛനും അമ്മയും മരിച്ചപ്പോൾ എനിക്ക് 8 വയസ്സിലാണ് മരിച്ചത്. മരിച്ച അന്നത്തെ ദുഃഖം ഇന്നുമുണ്ട്. ഇപ്പോഴും പിന്നെ മക്കള് എനിക്ക് 8 ഉണ്ട്. 8 മക്കൾ, 4 ആണ് 4 പെണ്ണും, എല്ലാവരും കുടുംബമായി. ജീവിതത്തിന്റെ നല്ല നിമിഷങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ പഠനത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും തുടർന്നുള്ള വിവാഹത്തെക്കുറിച്ചുമൊക്കെ പറയാൻ മൂപ്പത്തിയമ്മയ്ക്ക് 100 നാവാണ്. തന്റെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ കുറച്ചൊക്കെ വിഷമമുണ്ടായിരുന്നെങ്കിലും ഈറക്കുടിയിൽ ഒപ്പമുണ്ടായിരുന്ന ജീവിതയാത്രയെക്കുറിച്ച് സന്തോഷത്തോടെയായിരുന്നു പ്രതികരണം. ഇവർക്കാണെങ്കിൽ ഒത്തിരി പ്രായം കൂടുതലുള്ള ആളായിരുന്നു. അങ്ങനെ പിന്നെ ഇവരുടെ സഹോദരി എൻ്റെ സഹോദരൻ്റെ കൂടി അന്ന് പണ്ടൊക്കെ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിവാഹം ഉണ്ടല്ലോ, അങ്ങനെയാണ് ഇങ്ങനെ നടന്നത്. ഇതൊന്നുമല്ല അരുവിമൂപ്പത്തിയമ്മയുടെ വിശേഷം. ഒരിക്കൽ കോട്ടൂരിലെ ആദിവാസികൾക്ക് ദൈവമായിരുന്നു അരുവിമൂപ്പത്തി. പുതുതലമുറ പ്രസവത്തിനായി കെട്ടിയുയർത്തിയ സൗധങ്ങളിലെ ശീതീകരിച്ച പ്രസവമുറികൾ തേടിപ്പോകുമ്പോൾ ഈറയിലകൾക്ക് മറവിൽ അരുവിമൂപ്പത്തിയമ്മ ചോര തുടച്ചെടുത്ത ഒട്ടേറെ ജീവിതങ്ങളുണ്ട് ഇന്ന് ഈ കാട്ടിൽ. നമുക്ക് ഉൽപ്പന്നപ്പെട്ട പ്രസവം എടുക്കുന്ന ദൈവമുണ്ട്, അത് നമ്മൾ ഇയക്കിയമ്മ എന്ന് പറയും. പിന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ എൻ്റെ അമ്മയുടെ ചേട്ടത്തിയാണെങ്കിൽ ഒരു പ്രേതം ആണ്. അത് ഇങ്ങനെ പ്രസവിക്കാതിരുന്ന് 7 ദിവസം വരെ 6 ദിവസം വരെ ഇരുന്ന് 6ൻ്റെ അന്ന് മരിച്ചു പോയതാണ്. ആ പ്രേതം ഇപ്പം നമ്മുടെ കൂടെയാണ്. കാലം എത്ര കടന്നുപോയാലും ഒട്ടേറെ ജീവിതങ്ങൾക്ക് ജീവൻ നൽകിയ ചരിത്രപരമായ കഥ പറയാനുണ്ട് അരുവി മൂപ്പത്തിക്ക്. ക്യാമറമാൻ രാഹുൽ ചന്ദ്രനൊപ്പം റിനു ശ്രീധർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പുല്ലാംകുഴലിൽ നാദവിസ്മയം തീർത്തു പ്രശസ്ത ഓടക്കുഴൽ വാദകനായ രാജേഷ് ചേർത്തല ബഹ്റിൻ കേരളം കാത്തോലിക് അസോസിയേഷൻ വേദിയിൽ. KCAയുടെ ഈദ് ആഘോഷങ്ങളുടെ ഭാഗമായി ബ്രീസ് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് രാജേഷ് വേദിയിലെത്തിയത്. 3 മണിക്കൂർ നീണ്ട സംഗീത സായാഹ്നത്തിൽ നിരവധി ഗാനങ്ങളാണ് രാജേഷിന്റെ പുല്ലാങ്കുഴലിൽ നിന്നും പിറന്നത്. നാട്ടിൽ നിന്നെത്തിയ കീബോർഡ് ആർട്ടിസ്റ്റായ സുമേഷ് ആനന്ദ് സൂര്യ, ബഹ്റൈനിൽ നിന്നുള്ള റിതം കമ്പോസർ രാജീവ് മാധവൻ, ഗിറ്റാറിസ്റ്റ് പ്രസാദ് എന്നിവർ രാജേഷിനൊപ്പം വേദി പങ്കിട്ടു. ഓടക്കുഴലിനു പുറമെ സാക്സോഫോൺ, ക്ലാരിനെറ്റ്, പെന്നി വിസിൽ എന്നിവ വായിച്ചുകൊണ്ടും സദസ്യരുടെ കയ്യടി നേടി ഈ കലാകാരൻ. ജോസ് ഫ്രാൻസിസ് കൺവീനറും ഷിജു ജോൺ കോർഡിനേറ്ററുമായ പരിപാടിയുടെ അവതാരകൻ വിനോദ് നാരായണനായിരുന്നു. KCA പ്രസിഡന്റ് ജോസ് കൈതാരത്ത് പരിപാടിക്ക് നേതൃത്വം നൽകി. സയാനി മോട്ടോഴ്സ്, UAE എക്സ്ചേഞ്ച്, ജോയ് ആലുക്കാസ് എന്നിവരായിരുന്നു പരിപാടിയുടെ പ്രായോജകർ. അനിൽ തിരൂർ, ന്യൂസ് ബ്യൂറോ, ബഹ്റൈൻ. കോഴിക്കോട് ഗേറ്റ്വേ ഹോട്ടലിൽ നിന്നും 11 കിലോയോളം വരുന്ന പഴകിയ ഭക്ഷ്യവസ്തുക്കൾ പിടിച്ചെടുത്തത് ഉപയോഗശൂന്യമായ ചോറും പൂപ്പൽ ബാധിച്ച ഉണങ്ങിയ പഴങ്ങളും. ഹോട്ടലിന് ആരോഗ്യവകുപ്പിന്റെ നോട്ടീസ്. മന്ത്രിസഭായോഗ തീരുമാനപ്രകാരം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് കീഴിൽ പ്രത്യേകം രൂപീകരിച്ച സംഘമാണ് നഗരത്തിലെ പ്രമുഖ ആശുപത്രികളിലും ഹോട്ടലുകളിലും റെയ്ഡ് നടത്തിയത്. സബ് ജഡ്ജ് RL ബൈജുവിന്റെയും DMO ഡോക്ടർ ആശാദേവിയുടെയും നേതൃത്വത്തിലായിരുന്നു പരിശോധന. ഗേറ്റ്വേ ഹോട്ടലിൽ നടത്തിയ പരിശോധനയിൽ 11 കിലോയോളം ഉപയോഗശൂന്യമായ ഭക്ഷ്യവസ്തുക്കൾ കണ്ടെത്തിയതായി ഹെൽത്ത് ഇൻസ്പെക്ടർ ഡോക്ടർ ഗോപകുമാർ. 6 കിലോയോളം പഴകിയ ചോറും 5 കിലോയോളം പഴകിയ പൂപ്പൽ പിടിച്ചതുമായിട്ടുള്ള നട്ട്സും പ്ലംസ് മുതലായ സാധനങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. കൃത്യമായ രീതിയിൽ അണുബാധയേൽക്കാത്ത രീതിയിൽ സൂക്ഷിക്കേണ്ട മസാലക്കൂട്ടുകളും മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളും തുറന്ന അവസ്ഥയിൽ അവിടെ സൂക്ഷിച്ചിരുന്നു. അതുപോലെ തന്നെ കേക്ക് മുതലായ സാധനങ്ങളും ഫ്രീസറിനകത്ത് അണുബാധ ഏൽക്കുന്ന രീതിയിൽ അവിടെ സൂക്ഷിച്ചിരുന്നു. അതെല്ലാം പിടിച്ചെടുത്തിട്ടുണ്ട്. മറ്റ് ന്യൂനതകൾ കണ്ടിട്ടുണ്ട്. ആ ന്യൂനതയ്ക്ക് സെപ്പറേറ്റ് ആയിട്ട് നോട്ടീസ് കൊടുക്കുന്നതായിരിക്കും. വരും ദിവസങ്ങളിലും നഗരത്തിലെ വിവിധയിടങ്ങളിൽ സംഘം പരിശോധന നടത്തും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പീപ്പിൾ ഇംപാക്ട് കൃഷിവകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ KG ഉനീലിനെ സസ്പെൻഡ് ചെയ്തു. വിത്ത് വികസന അതോറിറ്റി ക്രമക്കേടുമായി ബന്ധപ്പെട്ടാണ് നടപടി. പീപ്പിൾ TVയാണ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തു കൊണ്ടുവന്നത്.
സംസ്ഥാനത്ത് വിത്ത് വികസന അതോറിറ്റി വഴി പച്ചക്കറി കർഷകർക്ക് ഗുണമേന്മ കുറഞ്ഞ വിത്തുകൾ വിതരണം ചെയ്ത സംഭവത്തിലാണ് കൃഷിവകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ KJ ഒനീലിനെ സർക്കാർ സസ്പെൻഡ് ചെയ്തത്. കൃഷിവകുപ്പിലെ ആഭ്യന്തര വിജിലൻസ് വിഭാഗം തലവൻ അനിൽകുമാർ സമർപ്പിച്ച റിപ്പോർട്ട് അംഗീകരിച്ചാണ് മന്ത്രി VS സുനിൽകുമാറിന്റെ നടപടി. തമിഴ്നാട്ടിലെ വിവിധ പച്ചക്കറി തോട്ടങ്ങളിൽ നിന്ന് ഉപയോഗശൂന്യമായ പച്ചക്കറി വിത്തുകൾ കർഷകർക്ക് വിതരണം ചെയ്തുവെന്ന പരാതിയെ തുടർന്നാണ് നടപടി. കൃഷിവകുപ്പിന്റെ കീഴിലെ RSGP വഴിയാണ് കർഷകർക്ക് ആവശ്യമായ വിത്ത് വിതരണം നടത്തേണ്ടത്. വിത്ത് ഉൽപ്പാദിപ്പിക്കാനായി കൃഷിവകുപ്പ് തെരഞ്ഞെടുത്ത കർഷകർ കൃത്രിമ രേഖകൾ ചമച്ച് സർക്കാരിനെ വഞ്ചിച്ചതായും വിജിലൻസ് വിഭാഗം കണ്ടെത്തിയിരുന്നു. ഇതിന് കൃഷിവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരായ അശോക് കുമാർ തെക്കൻ, PK ബീന, KJ ഒനീൽ എന്നിവരുടെ ഒത്താശയുണ്ടായിരുന്നെന്നും റിപ്പോർട്ടിൽ എടുത്തു പറഞ്ഞിരുന്നു. സർക്കാർ സഹായത്തോടെ കൃഷി ചെയ്തതായി പറയപ്പെടുന്ന സ്ഥലങ്ങൾ പലതും റബ്ബർ തോട്ടങ്ങളോ സ്റ്റേഡിയങ്ങളോ ആണെന്നും വിജിലൻസ് കണ്ടെത്തിയിരുന്നു. ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ ഒരിക്കൽ പോലും കൃഷിസ്ഥലങ്ങൾ സന്ദർശിക്കാതെയാണ് പണം ക്രമരഹിതമായി ചെലവഴിച്ചതെന്നും സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നു. ക്രമക്കേടിനെ തുടർന്ന് മുൻ കൃഷിവകുപ്പ് ഡയറക്ടർ അശോക് കുമാർ തെക്കൻ, ഭാര്യയും വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥയുമായ PK ബീന എന്നിവരെ കൃഷിമന്ത്രി നേരത്തെ തന്നെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് കൃഷിവകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ KJ ഒനീലിനെ കൂടി സർക്കാർ സസ്പെൻഡ് ചെയ്തത്. വിത്ത് വികസന അതോറിറ്റിയിലെ ക്രമക്കേട് സംബന്ധിച്ച വാർത്ത പീപ്പിൾ TVയാണ് റിപ്പോർട്ട് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. CPMന്റെ നേതൃത്വത്തിലുള്ള ഗൃഹസന്ദർശന പരിപാടിക്ക് തുടക്കമായി. തിരുവനന്തപുരം കുന്നുകുഴിയിലെ വീടുകൾ സന്ദർശിച്ചുകൊണ്ട് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. 3 ദിവസങ്ങളിലായി സംസ്ഥാനത്ത് 50,000-ലധികം ബൂത്ത് കമ്മിറ്റികളായി തിരിഞ്ഞാണ് ഗൃഹസന്ദർശനം നടത്തുന്നത്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ടറിയുന്നതിനും ജനങ്ങളുമായി സംവദിക്കുവാനും വേണ്ടിയാണ് പാർട്ടി തീരുമാനപ്രകാരം ഓരോ ബൂത്ത് തലങ്ങളിലുമുള്ള പാർട്ടി നേതാക്കൾ വീടുകളിലേക്ക് എത്തുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ തിരുവനന്തപുരം കുന്നുകുഴിയിലെ വീടുകളിലെത്തി അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിഞ്ഞുകൊണ്ടാണ് ഗൃഹസന്ദർശന പരിപാടിക്ക് തുടക്കം കുറിച്ചത്. ഓരോ വീടുകളിലും കയറിയിറങ്ങി പാർട്ടിയെക്കുറിച്ചും ഭരണത്തെക്കുറിച്ചും വീട്ടുകാരോട് ചോദിച്ചറിഞ്ഞു. അവരുടെ പരാതികൾക്കും പരിഭവങ്ങൾക്കും ക്ഷമയോടെ മറുപടി നൽകിയും പരിഹാരം നിർദ്ദേശിച്ചുമാണ് കോടിയേരി മടങ്ങിയത്. ഇലക്ഷൻ കാലത്ത് മാത്രം വീടുകളിലേക്ക് പോവുക എന്ന പ്രവർത്തന ശൈലി മാറ്റി വിവിധ സന്ദർഭങ്ങളിൽ ജനങ്ങളുമായി വിവിധ ആവശ്യങ്ങൾക്ക് ബന്ധപ്പെടുക എന്നുള്ളതാണ് പാർട്ടി അംഗീകരിച്ചിരിക്കുന്ന സമീപനം. വിവിധ പ്രശ്നങ്ങളുടെ പേരിൽ വീടുകൾ നമ്മുടെ പ്രവർത്തകന്മാർ പോകാറുണ്ട്. പക്ഷേ അത് എല്ലാ വീടുകളിലും പലപ്പോഴും എത്താറില്ല. ഇത് എല്ലാ പാർട്ടിക്കാരുടെയും വീടുകളിലേക്ക് പോകാൻ ഞങ്ങൾ സന്നദ്ധമാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം വന്നുപോകുന്ന രാഷ്ട്രീയ നേതാക്കളെ പോലെയല്ല CPM പ്രവർത്തകരെന്നും ഇപ്പോഴത്തെ ഭരണത്തെക്കുറിച്ച് നല്ല അഭിപ്രായമാണെന്നുമായിരുന്നു ജനങ്ങളുടെ പ്രതികരണം. നല്ല അഭിപ്രായമാണ് സാറേ, നല്ല അഭിപ്രായമാണ്. പക്ഷേ കോൺഗ്രസിന്റെ ഇതിൽ നമ്മൾ എന്തെങ്കിലും പോയാൽ അവർ നമ്മുടെ പിറകിരുന്ന് വരില്ല. കമ്മ്യൂണിസ്റ്റിന്റെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ സാറേ നമ്മുടെ പിറകിരുന്ന് വരും, നമുക്ക് എന്ത് സഹായം ചെയ്യാം. CPIM മന്ത്രിമാരുടെയും MLA-മാരുടെയും MP-മാരുടെയും പാർട്ടി നേതാക്കളുടെയും നേതൃത്വത്തിൽ ഇന്നും നാളെയും മറ്റന്നാളുമായി 50,000-ഓളം ബൂത്തുകളായി തിരിഞ്ഞാണ് ഗൃഹസന്ദർശനം നടത്തുന്നത്. സന്ദർശനത്തിന്റെ ഭാഗമായി BJP-യുടെ വർഗീയ നിലപാടുകൾ വിശദീകരിക്കുന്ന ലഘുലേഖയും വിതരണം ചെയ്യുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബാങ്ക് ദിനാഘോഷ പരിപാടികൾ തിരുവനന്തപുരത്ത് നടന്നു. ഗവർണർ ജസ്റ്റിസ് P. സദാശിവം പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഭിന്നശേഷിക്കാർക്കായുള്ള വീൽചെയറുകൾ വിതരണം ചെയ്തു. SBI ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ CR ശശികുമാർ, ചീഫ് ജനറൽ മാനേജർ S. വെങ്കിട്ടരാമൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു.